പ്രമുഖ ഷോപ്പിംഗ് മാളിൽ വെച്ച് എആർ ക്യാമ്പിലെ പോലീസുകാരനായ മിഥുൻ റോയിയെ എസ്എഫ്ഐ പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പോലീസുകാരനെ ക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന യുവതിയെ കൂടി കേസിൽ പ്രതിയാക്കാൻ ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് നടന്ന ഗൂഢാലോചനയാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. മിഥുന്റെ കൂടെ ഉണ്ടായിരുന്നത് മറ്റാരോ ആണെന്ന ധാരണയിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും സമ്മർദ്ദത്തിലാക്കാനും ലക്ഷ്യമിട്ട് എസ്എഫ്ഐ പ്രവർത്തകർ നൽകിയ മൊഴി പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു. കൂടെ ഉണ്ടായിരുന്നത് മിഥുന്റെ സ്വന്തം സഹോദരി ആയിരുന്നു എന്ന വസ്തുത പുറത്തു വന്നതോടെ രാഷ്ട്രീയ ഗുണ്ടായിസത്തിന്റെ തനി നിറമാണ് തലസ്ഥാന നഗരത്തിൽ ചർച്ചയാകുന്നത്. മരിച്ച പിതാവിന്റെ ബലിച്ചടങ്ങുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനായി മാളിലെത്തിയതായിരുന്നു ഈ സഹോദരങ്ങൾ എന്ന ഹൃദയഭേദകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുതുവത്സര രാത്രിയിൽ ഡ്യൂട്ടിക്കിടെ നിയമലംഘനം തടഞ്ഞതിന്റെ പകപോക്കലാണ് മിഥുൻ റോയിക്കെതിരെ നടന്ന ആക്രമണമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. എന്നാൽ പോലീസുകാരനെ തെരുവിൽ തല്ലിച്ചതച്ചവർക്ക് ഒത്താശ പാടുന്ന നിലപാടാണ് വഞ്ചിയൂർ പോലീസ് സ്വീകരിച്ചത്. എസ്എഫ്ഐ പ്രവർത്തകനായ വിനയ് പ്രകാശ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മിഥുന്റെ സഹോദരിക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. അവനെ അടിച്ചു കൊല്ലിച്ചേട്ടാ എന്ന് മിഥുന്റെ കൂടെ ഉണ്ടായിരുന്ന യുവതി ആക്രോശിച്ചു എന്നതായിരുന്നു വിനയ് പ്രകാശിന്റെ ആരോപണം. ഈ മൊഴി കണ്ണും പൂട്ടി വിശ്വസിച്ച പോലീസ് ദൃശ്യങ്ങൾ പോലും പരിശോധിക്കാതെ പേരറിയാത്ത സ്ത്രീ എന്ന നിലയിൽ സഹോദരിയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. എന്നാൽ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചതോടെ ഈ മൊഴിയിലെ കള്ളം വെളിച്ചത്തായി.